പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ആത്മനിറവിൻ്റെ നവയുഗം എന്ന പരമ്പരയിലെ 11ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത് ആത്മനിറവിലൂടെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാര്യത്തെക്കുറിച്ചാണ്. ആത്മനിറവിലൂടെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായിലുള്ള വിശ്വാസത്തിലേക്കും അങ്ങുമായുള്ള സ്നേഹബന്ധത്തിലേക്കും അങ്ങയിലൂടെ കരഗതമായ രക്ഷയുടെ അനുഭവത്തിലേക്കുമുള്ള വളർച്ചയാണ് നമ്മെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാര്യം. ഈ രക്ഷയെക്കുറിച്ച് വിശുദ്ധ പത്രോസ് ശ്ലീഹ പറയുന്നത് ശ്രദ്ധിക്കുക. പിതാവായ ദൈവം തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നമുക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നാം മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായ ആത്മാവിൻ്റെ രക്ഷ നമ്മൾ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലന്മാരും സുവിശേഷകന്മാരും വഴി അറിയിച്ചിട്ടുള്ള രക്ഷയുടെ ഈ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. 1 പത്രോസ് 1:4-12 വരെയുള്ള വാക്യങ്ങൾ കാണുക. ദൈവദൂതന്മാർ പോലും കൊതിക്കുന്ന ഈ രക്ഷയുടെ രഹസ്യങ്ങളിലേക്ക് വളരുകയാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. യേശുക്രിസ്തു വഴി ദൈവം നമുക്ക് സമീപസ്ഥനായി. സ്നേഹനിധിയായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ച് അങ്ങുമായുള്ള സഖിത്വത്തിലും സഹവാസത്തിലും വസിച്ച് സ്നേഹ സായുജ്യമടയുവാനുള്ള ഭാഗ്യം യേശുക്രിസ്തു വഴി മനുഷ്യന് കൈവന്നു. മനുഷ്യന് അമർത്യതയിലേക്ക് അഥവാ നിത്യരക്ഷയിലേക്കുള്ള കവാടം തുറന്നു കിട്ടി. അങ്ങനെ ആത്മീയതയുടെ യഥാർത്ഥ സൗന്ദര്യവും സൗഭാഗ്യവും അനുഭവിക്കാനുള്ള അനുഗ്രഹം അവന് ലഭിച്ചു. നമ്മുടെ പ്രേമഭാജനവും സർവസമ്പത്തുമായ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ച് അങ്ങുമായുള്ള സഖിത്വത്തിലും സഹവാസത്തിലും വസിച്ച് സ്നേഹ സായുജ്യമടയുക. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായ രക്ഷയുടെ അനുഭവം. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തി നോക്കുവാനാണ് ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നത്. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ക്രമാനുഗതമായ ഒരു വളർച്ചയുടെ പാതയുണ്ട്. നാം പടിപടിയായി ഈ രക്ഷയുടെ അനുഭവത്തിൽ വളരുമെങ്കിൽ യേശുവിനോടൊത്തുള്ള ആത്മീയ വിരുന്നിലേക്കും മഹത്വ സിംഹാസനത്തിലേക്കും അവിടുന്ന് നമ്മെ നയിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. വെളിപ്പാട് പുസ്തകം 3:20-21 വാക്യങ്ങൾ. ദൈവദൂതന്മാർ പോലും കൊതിക്കുന്ന ഈ ഭാഗ്യത്തെക്കുറിച്ച് യേശുവിൻ്റെ ജനന സമയത്ത് ആട്ടിടയന്മാരെ ദൈവദൂതന്മാർ അറിയിച്ചുകൊണ്ട് പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്ക 2:10-11 വാക്യങ്ങൾ. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരുന്നതും രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുന്നതുമാണ് നമ്മുടെ ആനന്ദത്തിൻ്റെ അടിസ്ഥാനം. ലൂക്കായുടെ സുവിശേഷം 11:27-28 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന മഹത്തായ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നു. യേശുവിൻ്റെ അമ്മയാകുവാൻ
പരിശുദ്ധ മറിയത്തിന് ലഭിച്ച ഭാഗ്യം വലുതാണ്. എന്നാൽ യേശുതമ്പുരാൻ പറയുന്നു, ദൈവവചനം കേട്ട് അത് പാലിക്കുക എന്നത് യേശുവിൻ്റെ അമ്മയാകുക എന്നതിനേക്കാൾ വലിയ മഹത്തായ ഭാഗ്യമാണെന്നാണ്. ചുരുക്കത്തിൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായും യേശുമിശിഹായിലൂടെ കരഗതമായ രക്ഷയുമാണ് ക്രിസ്തീയ സൗഭാഗ്യത്തിന് അടിസ്ഥാനം. ഈ സൗഭാഗ്യം സ്വന്തമാക്കാൻ നാം ചെയ്യേണ്ടത്, ഒന്നാമതായി യേശുവിൽ വിശ്വസിക്കുകയും ദൈവഭയമുള്ളവരായിരിക്കുകയും ചെയ്യണം. രണ്ടാമത് അവിടുത്തെ വചനം സ്വീകരിക്കുകയും വചനം പാലിക്കുകയും ചെയ്യണം. മൂന്നാമത് വചനമനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങിൽ ശരണം വെച്ച് ജീവിക്കണം. സങ്കീർത്തകൻ പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവരും കർത്താവിൽ ശരണം വയ്ക്കുന്നവരും കർത്താവിൽ ശക്തി കണ്ടെത്തിയവരും ഭാഗ്യവാന്മാരാണ്. സങ്കീർത്തകൻ ആവർത്തിച്ചു പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവരും കർത്താവിൽ ശരണം വയ്ക്കുന്നവരും കർത്താവിൽ ശക്തി കണ്ടെത്തിയവരും ഭാഗ്യവാന്മാരാണ്. സങ്കീർത്തനം 34:8, 40:4, 84:12, 2:12. സങ്കീർത്തനം 146:5 പറയുന്നു, ദൈവം തുണയായിട്ടുള്ളവനും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവനും ഭാഗ്യവാനാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്കായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളവരാണെന്ന് സങ്കീർത്തനം 144:15, 33, 144:15 സങ്കീർത്തനം 33:12 പറയുന്നു. സുഭാഷിതങ്ങൾ 3:13 പറയുന്നു, ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. യഥാർത്ഥത്തിൽ യേശുവിനെയും യേശുവിലൂടെ സംജാതമായ രക്ഷയുടെ രഹസ്യങ്ങളും നാം അറിഞ്ഞ് വചനത്തിലൂടെ അവ നിരന്തരം ധ്യാനിച്ച് യേശുവിനെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള അറിവിലും അനുഭവജ്ഞാനത്തിലും നാം വളരുമ്പോൾ ഈ രക്ഷയുടെ അനുഭവത്തിൽ നമുക്ക് പടിപടിയായി വളരാൻ സാധിക്കും. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ യേശുവിൽ സംജാതമായ രക്ഷയാണ് നമ്മുടെ ആനന്ദത്തിനെല്ലാം അടിസ്ഥാന കാരണം. ഈ രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുന്നതും നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കും. 1 യോഹന്നാൻ 1:1-5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതനുസരിച്ച് യേശുവിലൂടെയുള്ള ഈ രക്ഷയുടെ അനുഭവം കണ്ടും കേട്ടും സൂക്ഷിച്ചു വീക്ഷിച്ചും തൊട്ടും അനുഭവിച്ചറിയുക, രുചിച്ചറിയുക എന്നത് നമ്മുടെ ഭാഗ്യമാണ്, ആനന്ദം പകരുന്നതാണ്. ഈ രക്ഷയുടെ ആനന്ദം പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നതെന്ന് ശ്ലീഹ പറയുന്നു. 1 യോഹന്നാൻ 1:1-5 വരെയുള്ള വാക്യങ്ങൾ. യേശുവിലൂടെ സംജാതമായ രക്ഷ നമുക്ക് ആനന്ദം പകരുന്നതാണ്. ഈ രക്ഷയുടെ ആനന്ദം പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നത്. യേശു തമ്പുരാൻ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ആനന്ദം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം അഥവാ ആനന്ദം പൂർണ്ണമാകാനും വേണ്ടിയാണ്. യോഹന്നാൻ 15:9-11 വരെയുള്ള വാക്യങ്ങൾ. അതായത് കർത്താവിൻ്റെ വചനം പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുകയാണ് അവിടുത്തെ യേശുവിൻ്റെ ആനന്ദം നമ്മിൽ കുടികൊള്ളാനും നമ്മുടെ ആനന്ദം പൂർണ്ണമാകാനുമുള്ള ഒന്നാമത്തെ മാർഗം. സങ്കീർത്തനം 16:11 പറയുന്നത് ശ്രദ്ധിക്കുക, കർത്താവ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. കർത്താവ് കാണിച്ചു തരുന്ന ഈ ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള മാർഗം അവിടുത്തെ വചനമനുസരിച്ചുള്ള ജീവിതമാണ്. ഈ ക്രിസ്തീയ സൗഭാഗ്യവും ആനന്ദവും ക്ലേശങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ലാത്ത അവസ്ഥയല്ല. ഇഹലോക ജീവിതത്തിൽ നാനാവിധ
ക്ലേശങ്ങൾക്ക് മധ്യേ നാം തളരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആനന്ദിക്കാൻ സാധിക്കുമോ? പത്രോസ് ശ്ലീഹ പറയുന്നത് ശ്രദ്ധിക്കുക. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വര സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. 1 പത്രോസ് 1:6-7 വാക്യങ്ങൾ. യേശു സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഇത് വ്യക്തമാക്കുന്നുണ്ട്. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:10-12 വരെയുള്ള വാക്യങ്ങൾ. യേശു വീണ്ടും അരുളി ചെയ്യുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മർക്കോസ് 8:34. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം കുരിശിന്റെ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം കുരിശിന്റെ ജീവിതമാണെന്ന് ചിലപ്പോഴൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം കുരിശിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള വിളിയാണ്. നാം പലവിധ ഭാരങ്ങളും പ്രയാസങ്ങളും കാരണം മനം തകർന്ന് എങ്ങനെയെങ്കിലും ജീവിതം തള്ളി നീക്കി മുന്നോട്ട് പോകണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഈ ഭൗമിക ജീവിതം ദൈവത്തോടൊത്തുള്ള പറുദീസ ഭാഗ്യമാക്കിക്കൊണ്ട് നിത്യസൗഭാഗ്യം ലക്ഷ്യമാക്കി പ്രത്യാശയോടെ നാം മുന്നേറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ക്ലേശങ്ങളും ദുരിതങ്ങളുമെല്ലാം നമുക്ക് മഹത്വത്തിലേക്കുള്ള മാർഗങ്ങളാണെന്ന തിരിച്ചറിവോടെ നാം അവ സന്തോഷപൂർവ്വം ധൈര്യത്തോടെ ഏറ്റെടുത്ത് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി മഹത്വപ്പെടുത്തി ജീവിക്കണം. യേശുവിലുള്ള വിശ്വാസം വഴി നമുക്ക് ലഭിക്കുന്ന നിത്യരക്ഷയുടെ അനുഭവം ദുഃഖങ്ങളെയും ദുരിതങ്ങളെയുമെല്ലാം ആനന്ദമാക്കി പകർത്തുന്ന ജീവിതമാണ്. രക്ഷ എന്ന രഹസ്യത്തെക്കുറിച്ച് നാം ആഴത്തിൽ അടുത്തറിയുമ്പോഴാണ് നമുക്ക് ഈ രഹസ്യം മനസ്സിലാകുന്നത്. രക്ഷ എന്ന രഹസ്യത്തെയും അതിൻ്റെ വൈവിധ്യമാർന്ന അർത്ഥതലങ്ങളെയും കുറിച്ച് നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ ധ്യാനിക്കാം. അതും കൂടെ ആകുമ്പോൾ മാത്രമേ ഈ ക്രിസ്തീയ സൗഭാഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തീയ ആനന്ദത്തിലേക്ക് വളരാനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം പൂർണ്ണമാകുകയുള്ളൂ. രക്ഷയുടെ അനുഭവത്തിലേക്കും അതുവഴി നമുക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന ദൈവാനുഭവത്തിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങളെക്കുറിച്ചും വ്യക്തമായ ബോധ്യത്തിലേക്ക് വളർന്ന് ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ സർവശക്തൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.